രേണുചേച്ചിയുടെ പുതിയ കാറുണ്ടായിരുന്നു. നല്ല കാറാണ്, സൂപ്പറാണ്. എന്താണെങ്കിലും ഐ എം സോ പ്രൗഡ്. ആ പുള്ളിക്കാരത്തി ഇത്രയും എന്താ പറയാ, എവിടെ നിന്നാണ് പുള്ളിക്കാരത്തി ഇത്രയും ഒരു റീച്ചിലെത്തിയെന്ന് നമുക്ക് ആ ഗ്രാഫ് നോക്കിയാൽ തന്നെ അറിയാം. അപ്പം അതൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. രേണു ചേച്ചിക്ക് ഓൾ ദ ബെസ്റ്റ്. ഇനിയും കുറെ കാറുകൾ വാങ്ങിക്കട്ടെ, അത്രയൊക്കെ തന്നെ. പുതിയ വീട് വെക്കണം എന്നൊക്കെ പറയണ്ടേ രേണു ചേച്ചി? പുതിയ വീട് വെക്കണം, ബംഗ്ലാവ് വെക്കണം, എല്ലാം ചെയ്യണം. കാരണം അതിലൊക്കെ ഇപ്പം ഞാൻ ഹാപ്പിയാണ് പുള്ളിക്കാരത്തിയുടെ ഗ്രോത്തില്. മനസ്സിലായല്ലോ, എല്ലാവരും അങ്ങനെ ആവണം. കാണാറുണ്ടോ രേണു ചേച്ചി? രേണു ചേച്ചിനെ കാണാനായിട്ട് പറ്റുന്നില്ല, കാരണം പുള്ളിക്കാരത്തി ബിസിയാണ്, എന്നെക്കാട്ടി ബിസിയാണ്. രേണുവിന്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോകുന്നില്ലേ? രേണുവിന്റെ വീട്ടിൽ ഫുഡ് കഴിക്കാൻ പോകുന്നില്ലേ? ആ പോണം. ആദ്യം എന്റെ വീട്ടിൽ നിന്ന് ഞാൻ മര്യാദക്ക് ബിഗ് ബോസിന് ഇറങ്ങിയതിന്റെ ശേഷം ആദ്യം കഴിച്ച ഏറ്റവും നല്ല ഫുഡ് എന്തായിരുന്നു? ഭക്ഷണപ്രിയ എന്ന നിലയിൽ ചട്ടിച്ചോ. ബൈ.